ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് രാജുവിനെ ഇഷ്ടമാണെങ്കിൽ രാജുവിന്റെ മനസ്സിൽ നിന്ന് അവന്റെ സ്നേഹം നേടിയെടുക്കാൻ നോക്ക്. അല്ലാതെ സ്വന്തം അമ്മ വരെ ഒരു കോമഡി പീസാക്കി ഇങ്ങനെ കിടത്തിയിട്ടല്ല കല്യാണം കഴിക്കാൻ നോക്കേണ്ട. നിന്നോട് സംസാരിക്കേണ്ടി വരുന്നതിന് എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക. എനിക്ക് കൂടുതൽ നിന്ന് സംസാരിക്കാനില്ല. ഞാൻ പോവാ. നിക്ക്, പോവല്ലേ. ഞാൻ പറയുന്നത് കൂടി കേട്ടിട്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നീ തീരുമാനിക്ക. നീ കുറെ കാലം രാജുവിന്റെ വീട്ടില് അവന്റെ മുറി തന്നെയല്ലേ കഴിഞ്ഞത്. അവനൊരാണും നീ ഒരു പെണ്ണും തന്നെയല്ലേ. അത് മാത്രമല്ല, എല്ലാവരുടെ കണ്ണിലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര്. പിന്നെന്തോ ആകാലോ. എത്ര തവണ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീയും അവനും പറഞ്ഞാലും അതൊക്കെ വെറും പച്ച കള്ളമല്ലാന്ന് എന്താ ഇത്ര ഉറപ്പ്? എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ അത് സത്യമാവില്ല. സത്യം ആവണമെങ്കിൽ അതിനൊരു തെളിവ് വേണം. അതിന് തന്നെയാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അത് തെളിയിക്കാതെ എന്റെ ഭാര്യയാവാൻ പറ്റുമെന്ന് നീ കരുതണ്ട. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഞാൻ നിന്റെ ഭാര്യയാവാൻ കൊതിച്ചു നടക്കുകയാണെന്ന്? എനിക്ക് അതിൽ താല്പര്യം ഇല്ലെന്നല്ലേ പറഞ്ഞേ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാൻ നിന്റെ പിറകെ നടന്ന് എന്നെ കെട്ടെന്ന് പറഞ്ഞോണ്ട് നടക്കുകയായിരുന്നെന്ന്. ഇപ്പൊ ഞാൻ പറയുന്നു, ഇനി എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നെ കണ്ടുപോരുത്. എനിക്കറിയാം ഇതെങ്ങനെ തീർക്കണമെന്ന്. എന്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്. മനസ്സിലായോ? നിന്റെ അച്ഛനോട് നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. മേലിൽ എന്റെ മുന്നിൽ വന്നു പോരുത്. അളിയ താല കെട്ടളിയ. ഒന്നുമല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന പെണ്ണല്ലേ. അളിയ ധൈര്യമായിട്ട് കല്യാണം കഴിക്കേ, ഞാൻ കൂടെ ഉണ്ട്. അളിയ കെട്ടളിയാ നോക്കി നിൽക്കാതെ ആ മുഖത്തോട്ട് നോക്കളിയാ. ഇനി അളിയ കൂടുതലൊന്നും ആലോചിക്കണ്ട. അളിയ മര്യാദക്ക് താല കെട്ട്, ഞാനാ പറയുന്നത്. കെട്ടളിയ. എന്താ ഇവിടെ? കുട്ടി ഏതാ? പുറത്ത് നിൽക്കൂ. എന്താ രാജു, എന്താ സംഭവം? ഓ, നിങ്ങൾ പരിചയക്കാരായിരുന്നോ? രുക്മിണിക്ക് ഹാർട്ട് അറ്റാക്കാ, കുറച്ച് ക്രിട്ടിക്കല. അതുകൊണ്ട് അവരുടെ അന്ത്യാഭിലാഷ ഇവരുടെ കല്യാണം നടന്ന് കാണണമെന്നുള്ളത്. അതുകൊണ്ട് കല്യാണം ഇവിടെ വെച്ച് തന്നെ നടത്താൻ ഞാൻ അനുവാദം കൊടുത്തതാ. നീ എന്തിനിപ്പ ഇങ്ങോട്ട് വന്നേ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ. ഡോക്ടർ, 1 മിനിറ്റ്. എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. ഡോക്ടർ ഒന്ന് വരാവോ? ആ. എന്താ കുട്ടി, എന്താ സംസാരിക്കാനുള്ളത്? ഡോക്ടർ, ഞാൻ മിനിസ്റ്റർ പ്രതാപ വർമ്മയുടെ മകളാ. സത്യം മാത്രമേ പറയാവൂ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ ഡോക്ടർ. എനിക്കിതിൽ നല്ല ഡൗട്ടുണ്ട്. ഞാൻ വേറെ ഡോക്ടർമാരെ കൊണ്ട് അവരെ ചെക്ക് ചെയ്യിപ്പിക്കും. പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. ആദ്യം ജോലി പോവും, പിന്നെ മെഡിക്കൽ എത്തിക്സ് ഇല്ലാതെ ഡ്യൂട്ടി ചെയ്തതിന്
ജയിലിലും കിടക്കും. അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ. ആ പെണ്ണെന്നെ നിർബന്ധിച്ചിട്ടാ, വേറെ വഴിയില്ലാതെ ചെയ്തു പോയതാ. ചെറുക്കനും പെണ്ണും തമ്മിൽ ഇഷ്ടമാണെന്നും പെണ്ണിന്റെ അച്ഛൻ ഈ ബന്ധത്തെ എതിർക്കുന്നത് കൊണ്ടാ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കേണ്ടി വന്നതെന്നാ ആ പെൺകുട്ടി പറഞ്ഞത്. ചെയ്യുന്നതൊരു നന്മയാണെന്ന് കരുതിയിട്ടാ ഞാൻ കൂട്ടുനിന്നേ. അങ്ങനെയല്ല രാജുന് രമ്യയോട് അങ്ങനെ ഒരു താല്പര്യവും ഇല്ല. ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ഡോക്ടർ വരൂ. രാജു രമ്യയായിട്ട് പ്രണയത്തിലാണോ? അല്ല. കുട്ടി എന്ത് പണിയായി കാണിച്ചേ? ഞങ്ങളൊക്കെ എന്താ കുട്ടിയുടെ കളിപ്പാവിയാണെന്നാണോ വിചാരിച്ചേ? സത്യസന്ധമായൊരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നേ. ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് ഞങ്ങളെ കൂടി മോശക്കാരാക്കാനാണോ പ്ലാൻ? പത്ത് മിനിറ്റിനകത്ത് ഡിസ്ചാർജ് ബില്ല് വരും. അതും അടച്ചിട്ട് സ്ഥലം വിടാൻ നോക്ക്. കള്ളമാണെങ്കിൽ എന്താ? റെഡി ക്യാഷ് ആയിട്ടേ 1,00,000 രൂപയല്ലേ ഞാൻ തന്നേ. അളിയോ അതിന് തന്നേക്ക്. അയ്യോ അടുത്ത കള്ളോ? ക്യാഷ് തന്നോ? നീ എപ്പോഴടി കൊച്ചെ എനിക്ക് ക്യാഷ് തന്നെ? ഇനിയിപ്പൊ നീ പറയുമല്ലോ ഈ ഹോസ്പിറ്റലിൽ നിന്റെയാന്ന്. ഇങ്ങനെ പറയാൻ വേണ്ടി എനിക്ക് എഴുതി തന്നതാണെന്ന്. കൊള്ള എന്തായാലും. കെട്ടും പാണ്ടൊക്കെ എടുത്ത് ഇപ്പൊ ഇറങ്ങാൻ നോക്ക്. രമ്യ, ഒരാളെ കല്യാണം കഴിക്കാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിനക്ക് രാജുവിനെ ഇഷ്ടമാണെങ്കിൽ രാജുവിന്റെ മനസ്സിൽ നിന്ന് അവന്റെ സ്നേഹം നേടിയെടുക്കാൻ നോക്ക്. അല്ലാതെ സ്വന്തം അമ്മ വരെ ഒരു കോമഡി പീസാക്കി ഇങ്ങനെ കിടത്തിയിട്ടല്ല കല്യാണം കഴിക്കാൻ നോക്കേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിന്നെ രാജു എങ്ങനെ ഇഷ്ടപ്പെടും? ഭഗവാൻ കൃഷ്ണൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണെന്ന്. ആ വാക്കുകൾ കേട്ട് ഏത് മാർഗത്തിൽ കൂടിയും പോകാന്ന് നീ കരുതരുത്. അങ്ങനെ പോയാ ഒരു പക്ഷേ ആ മാർഗത്തില് നിന്നേക്കാൾ ശക്തനായ എതിരാളികൾ ഉണ്ടാവും. ഓ